ഇത് ഒരു രോഗത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള അനേകം പെൺകുട്ടികൾ അനുദിനം നടത്തുന്ന ഒരു നിശബ്ദ പോരാട്ടത്തെക്കുറിച്ചാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിരിക്കേണ്ട പ്രായത്തിലാണ് പലപ്പോഴും ഈ അതിഥി കടന്നുവരുന്നത്. ഒരു ദിവസം രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന മുഖക്കുരുവിൽ നിന്നോ ചീപ്പിൽ കുടുങ്ങുന്ന മുടിയിഴകളിൽ നിന്നോ ആയിരിക്കാം ആ മാറ്റങ്ങൾ തുടങ്ങുന്നത്. ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ അത് വെറും ശാരീരികമായ മാറ്റങ്ങൾ മാത്രമല്ല നൽകുന്നത്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്താ ഇങ്ങനെ തടിച്ചു വരുന്നത്? ഒന്ന് ഡയറ്റ് എടുത്തുകൂടി. പക്ഷേ അവർക്കറിയില്ല, കഠിനമായി വ്യായാമം ചെയ്തിട്ടും കുറയാത്ത ആ ശരീരഭാരം PCOS/PCOD നൽകുന്ന ഒരു ഭാരമാണെന്ന്. മുഖത്തെ അനാവശ്യമായ രോമങ്ങൾ കാണുമ്പോൾ ഇതൊന്ന് ത്രെഡ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവർ ആ പെൺകുട്ടി അനുഭവിക്കുന്ന ആത്മവിശ്വാസക്കുറവിനെ കാണാറില്ല. മാസമുറ തെറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഉത്കണ്ഠ, അകാരണമായി ദേഷ്യം വരുന്നത്, വല്ലാത്ത തളർച്ച, ഇതൊന്നും ആരും മനഃപൂർവ്വമുണ്ടാക്കുന്നതല്ല. ഉള്ളിലെ ഹോർമോണുകളുടെ ആ അസന്തുലിതാവസ്ഥ അവളെ ഓരോ ദിവസവും തളർത്തുകയാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ വിശേഷമൊന്നുമായില്ലേ എന്ന ചോദ്യം കേൾക്കുമ്പോൾ ഉള്ളിൽ നീറുന്ന ആ വേദന വാക്കുകൾക്ക് അപ്പുറമാണ്. ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നുണ്ട്. PCOS/PCOD എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. അത് നിങ്ങളുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നല്ല ഭക്ഷണരീതിയും ചിട്ടയായ വ്യായാമവും അതിലുപരി കൃത്യമായ ചികിത്സയും ഉണ്ടെങ്കിൽ ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കും.